ഓം നമോ നാരായണായ. ഭഗവാന്റെ ധന്വന്തരി മൂർത്തി അവതാരം എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ഇതാണ് ആ ഭഗവാന്റെ ഒരു ധന്വന്തരി മൂർത്തിയുടെ ഭാവം. അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ. ഭഗവാന്റെ ഭാവങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് മാനവരാശിക്കുള്ള ഒരു ഭാവമാണ് ധന്വന്തരി മൂർത്തി ഭാവം. അപ്പോൾ ധന്വന്തരി മൂർത്തി മന്ത്രജപം എന്നും ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന മാനസികമായിട്ടുള്ളതും ശാരീരികമായിട്ടുള്ളതുമായ എല്ലാ പ്രശ്നങ്ങളും മാറ്റി നിർത്താനായിട്ട് സാധിക്കും കേട്ടോ. കുട്ടികൾക്ക് കൂടി ഇത് ശീലമാക്കുന്നത് വളരെ നല്ലതാണ്. ഭഗവാന് ഒത്തിരി മന്ത്രങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നതും നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകുന്നതും ഭഗവാന്റെ അനുഗ്രഹം കൂടുതൽ ലഭിക്കുന്നതുമായിട്ടുള്ള ഒരു മന്ത്രമാണ് ധന്വന്തരി മൂർത്തി മന്ത്രം. ഈ ഒരു മന്ത്രം എല്ലാവരും എന്നും ജപിക്കുക. മന്ത്രത്തിലേക്ക് കടക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരേ അമൃതകലഹസ്തായ സർവമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമഃ. ഈ ഒരു മന്ത്രമാണ് എല്ലാവരും എന്നും ജപിക്കണം കേട്ടോ. ഈ ഒരു മന്ത്രം. അടുത്തതായിട്ട് 4 വരി ഒരു നാമമുണ്ട് കേട്ടോ ഭഗവാന്. ഈ ഒരു നാമം ജപിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഭാഗവതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു നാമമാണ് കേട്ടോ ഇത്. അപ്പോൾ നാമത്തിലേക്ക് കടക്കാം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഒന്നുകൂടി. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഇതാണ് ആ മന്ത്രം. ഈ 2 മന്ത്രങ്ങളും എന്നും ജപിക്കട്ടോ. ഇപ്പോൾ കർക്കിടക മാസമായത് കാരണമാണ് ധന്വന്തരി മന്ത്രത്തിന് ഞാൻ പ്രാധാന്യം കൂടുതൽ കൊടുക്കാൻ പറയുന്നത്. കാരണം ഈ ഒരു സമയം നമ്മുടെ എല്ലാവരുടെയും ശരീരം വളരെയധികം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകും. അതുകൊണ്ടാണ് ഭഗവാന്റെ ഈ ഒരു നാമം ധന്വന്തരി മന്ത്രം എപ്പോഴും നിത്യവും സന്ധ്യാനേരത്ത് പാരായണം ചെയ്യണം കേട്ടോ. വീടുകളിൽ കുട്ടികളെ കൊണ്ടും പാരായണം ചെയ്യിപ്പിക്കണം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഭാഗവതത്തിലെ 4 വരി നാമം അത് വളരെ ശ്രേഷ്ഠമാണ്. എന്നും ജീവിതകാലം മുഴുക്കി നമുക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാൻ, അതായത് ജപിക്കാൻ പറ്റിയ ഒരു നാമമാണ് ഈ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ.